ഇപ്പോ ഒരു നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കെ LDF-ന്റെ ഒരു തുടർ ഭരണം തടുക്കാനായിട്ട് UDF പല മാനദണ്ഡങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഒരുക്കുന്നുണ്ട്. പലതരം പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C എന്നൊക്കെ പറഞ്ഞ് പലതരം ഇത് പറയുന്ന ചർച്ചകളുണ്ട്. അപ്പോ ഇത്തരത്തില് ഏതൊക്കെ മണ്ഡലങ്ങൾ പിടിക്കാനാണ് UDF ഇങ്ങനെ തന്ത്രങ്ങൾ ഇറക്കുന്നതും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? UDF ഉദ്ദേശിക്കുന്നത് അവര് ഒരു കുറച്ച് മണ്ഡലങ്ങൾ UDF ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ചില മണ്ഡലങ്ങള് പിടിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റാവുന്ന മണ്ഡലങ്ങളുണ്ട്. ചില മണ്ഡലങ്ങള് LDF-ന്റെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ ഒരു ABC എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ വർക്കുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു 94 മണ്ഡലം അവർ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് ജയിക്കുന്നതും ജയിക്കാൻ സാധ്യതയുള്ളതും പിടിച്ചെടുക്കാൻ പറ്റാവുന്ന മണ്ഡലങ്ങളും അവർ കണക്ക് കൂട്ടുന്നത്. അത് ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലെന്ന് അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ. അങ്ങനെ ആ മണ്ഡലങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും അറിയുന്ന മണ്ഡലങ്ങളാണ് എങ്കിലും ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനത് പറയാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ കോവളം, നെയ്യാറ്റിങ്കര, പുതുപ്പള്ളി, കോട്ടയം, പാല, കടുത്തുരുത്തി, തൊടുപുഴ, മൂവാറ്റുപുഴ, പിറവം, തൃക്കാക്കര, എറണാകുളം, പറവൂര്, കളമശ്ശേരി, ആലുവ, അങ്കമാലി, പെരുമ്പാവൂര്, പാലക്കാട്, തിരൂര്, കോട്ടക്കല്, താനൂര്, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വേങ്ങര, മലപ്പുറം, മങ്കട, മഞ്ചേരി, ഏറനാട്, കൊണ്ടോട്ടി, തിരുവമ്പാടി, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, വടകര, കൽപ്പറ്റ, ബത്തേരി, പേരാവൂര്, ഇരിക്കൂര്, മഞ്ചേശ്വരം, കാസർഗോഡ്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായ അധ്വാനം ഇല്ലാതെ തന്നെ പിടിച്ചെടുക്കാൻ പറ്റാവുന്ന മണ്ഡലങ്ങളാണ്. ഇനിയാണ് എന്ത് തന്നെയായാലും അധികാരം കിട്ടി പറ്റൂ എന്നുള്ള രീതിയിൽ നീങ്ങാൻ അവർ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ മണ്ഡലത്തിലാണ് കേരളത്തിലെ യഥാർത്ഥ ഒരു ഫൈറ്റ് വരാൻ പോകുന്നത്. LDF-ഉം UDF-ഉം BJP-യും തമ്മിൽ യഥാർത്ഥത്തിൽ ഫൈറ്റ് വരാൻ പോകുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളാണ് ശരിക്കും ഫൈറ്റ് വരിക. ആ മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞ പ്ലാൻ എന്താ പറയുക BCയിലൊക്കെ പെടുന്ന മണ്ഡലങ്ങൾ. അതിലുള്ള മണ്ഡലമാണ് പറയാൻ പോകുന്നത്. കോതമംഗലം, ദേവികുളം, ഇടുക്കി, പീരുമേട്, ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, അരൂര്, ആലപ്പുഴ, അമ്പലപ്പുഴ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂര്, കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, പാറശാല, അരുവിക്കര, തിരുവനന്തപുരം, വാമനപുരം, ഉദുമ, അഴിക്കോട്, കണ്ണൂര്, മാനന്തവാടി, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, വണ്ടൂര്, ഗുരുവായൂര്, വടക്കാഞ്ചേരി, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, തൃശ്ശൂര്, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, കുന്നത്തുനാട്. അതോടൊപ്പം തന്നെ LDF-ന്റെ പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് കരുതി മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, പേരാമ്പ്ര, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, ബേപ്പൂര്, കുന്നമംഗലം, നിലമ്പൂര്, പെരിന്തൽമണ്ണ, തവനൂര്, പൊന്നാനി, തൃത്താല, പട്ടാമ്പി, മണ്ണാർക്കാട്, നെന്മാറ. ഇങ്ങനെയൊക്കെ ആയിട്ട് ജയിക്കാൻ ചാൻസ് ഉള്ളതും പിടിച്ചു നോക്കിയാൽ കിട്ടാവുന്നതും LDF-ൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിക്കുമായ 94 മണ്ഡലങ്ങൾ. ഇതാണ് UDF ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ നിന്ന് എങ്ങനെ പോയാലും അവർക്ക് എന്താ പറയുക ഭരിക്കാൻ ആവശ്യമായ ഒരു 70 സീറ്റ് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് എന്താ പറയുക LDF സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. ഇതാണ് UDF-ന്റെ പ്ലാൻ. ഓക്കെ.